ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ലിജിത്ത് എഴുതിയിരിക്കുന്ന ഒരു മെലിക്കടക്കം. മാഡം, എൻ്റെ പേര് ലിജിത്ത്, യഥാർത്ഥ പേരല്ല. ഞാനിപ്പോൾ PGക്ക് പഠിക്കുകയാണ്. ഞാൻ കേരളത്തിലെ ഒരു ടൗണിൽ തന്നെയാണ് താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്നും കോളേജിലേക്ക് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഈ കോളേജിൻ്റെ പരിസരത്താണ് ഞാൻ 1ാം ക്ലാസ് മുതൽ +2 വരെ പഠിച്ചത്. പിന്നെ ഡിഗ്രിയും PGയും എല്ലാം ആ കോളേജിൽ തന്നെയാണ്. നല്ല ഹോൾഡുള്ള സ്ഥലമാണ് എനിക്ക് ഇവിടമെല്ലാം. അടുത്തുള്ള താമസക്കാരനായതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരിൽ നിന്നും നല്ല പരിഗണന കിട്ടിയിരുന്നു. എൻ്റെ പല കൂട്ടുകാരും എൻ്റെ വീട്ടിൽ വരാറുണ്ട്, ആണും പെണ്ണും വ്യത്യാസമില്ലാതെ. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷമാണ് സംഭവങ്ങളുടെ തുടക്കം. എൻ്റെ അച്ഛൻ വിദേശത്താണ് വർക്ക് ചെയ്യുന്നത്. അമ്മയും ചേച്ചിയും വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ ചേച്ചിയും കഴിഞ്ഞ വർഷമായപ്പോഴേക്കും വിദേശത്തേക്ക് പഠിക്കാൻ പോയി. ചേച്ചി പോയതോടുകൂടി വീട് ഉറങ്ങിയതുപോലെയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നപ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും ബഹളവും ഒക്കെയുണ്ട്. ചേച്ചി ആണുങ്ങളെക്കാൾ കൂടുതൽ ആക്റ്റീവാണ്, ഒരു ബോയ്സ് ടൈപ്പാണ്. കല്യാണമൊന്നും പുള്ളിക്കാരിക്ക് താല്പര്യമില്ല. ഇവിടെ നിന്ന് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണ് സ്വന്തമായി കാശുണ്ടാക്കിയിട്ട് വിദേശത്ത് പഠിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞത്. അതിലൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷേ വീട് ഉറങ്ങിപ്പോയി. അങ്ങനെയുള്ളപ്പോൾ അമ്മ ഒരു ദിവസം എന്നോട് പറഞ്ഞു, എടാ, ആരെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ നമ്മളുടെ വീട്ടിൽ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കായിരുന്നു. നിൻ്റെ കൂട്ടുകാർ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? എങ്കിൽ ഒരാൾ മതി, ഒത്തിരി പേരൊന്നും വേണ്ട. ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ അത്ര നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ കൂട്ടത്തിലൊരു പെൺകുട്ടി ലേഡീസ് ഹോസ്റ്റലിലെ താമസം അത്ര ശരിയില്ലെന്ന് പറഞ്ഞത് കേട്ടു. ഞാൻ വിളിച്ചോണ്ട് വരട്ടെ അമ്മയെന്ന്. നിന്റെ പോതി കൊള്ളാവല്ലോടാ. മനസ്സിലിരിപ്പ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇവിടെ എന്തായാലും പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ കൊണ്ട് നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. അമ്മ തന്നെയല്ലേ പറഞ്ഞത്. ഞാൻ പരീക്ഷ നോക്കിയതാണ്. എന്നാൽ എൻ്റെ കൂട്ടത്തിൽ പഠിക്കുന്ന ഒരു ചെക്കനെ കൊണ്ട് നിർത്തിയാലും അത് നല്ലൊരു ഐഡിയയാണ്. ഞാൻ പറഞ്ഞു, അമ്മ അങ്ങനെ സുഖിക്കണ്ട. അതെന്താടാ നീ എന്നെ സംശയമുള്ളതുപോലെ പറയുന്നത്? സംശയം എനിക്കും ആകാമല്ലോ. എന്നാൽ നീ സ്വന്തം അമ്മയെ സംശയത്തോടു കൂടി പറഞ്ഞ് സംസാരിച്ചു. ഇത് ശരിയല്ലെന്ന് പറഞ്ഞ് അമ്മ പിണങ്ങി. ഞാൻ പറഞ്ഞു, അമ്മ സ്വന്തം മകനെക്കുറിച്ച് അങ്ങനെ സംസാരിച്ചത്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ആരെക്കുറിച്ചും സംശയം ഉണ്ടാക്കാം. ആരും അത്ര നല്ലവരൊന്നുമല്ല എന്ന് പറഞ്ഞ് ഞങ്ങളന്നവിടെ ഒരു വാക്കുതർക്കം ഉണ്ടായി. അതോടുകൂടി പേയിങ് ഗസ്റ്റിനെ അവിടെ നിർത്തുന്ന കാര്യം ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് വെട്ടി. ആ സമയത്താണ് ഞങ്ങളുടെ ഒരു പ്രൊഫസർ അവിടേക്ക് സ്ഥലം മാറി വന്നത്. അവർക്ക് 46 വയസ്സുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നല്ല കുലീനത്വമുള്ളൊരു ടീച്ചർ. ഞങ്ങളുടെ കോളേജിൽ പൊതുവെ സൗന്ദര്യമുള്ള സാർമാർ വളരെ കുറവാണ്. പക്ഷേ അവർക്ക് വല്ലാത്തൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഞങ്ങളുടെ ഭാഷയിൽ നിന്നും വ്യത്യസ്തമായൊരു ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. മലബാർ സ്ലാങ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം അത് ഇത്തിരി പ്രയാസമായിരുന്നു പിടികിട്ടാൻ. പക്ഷേ എല്ലാവർക്കും ടീച്ചറെ ഇഷ്ടമായിരുന്നു. ഒരു വട്ടം ക്ലാസ്സിൽ വെച്ച് ഞങ്ങളുടെ സ്ഥലത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഇവിടെ താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. മനസ്സിന് പിടിച്ചൊരു താമസ സ്ഥലം എനിക്ക് കിട്ടിയില്ല. 1-2 വർഷമേ ഞാൻ ഇവിടെ കാണുകയുള്ളൂ. എങ്കിൽ പോലും അതുമാത്രമാണ് ഇവിടെ ഒരു പ്രശ്നം. അല്ലാതെ വേറൊരു പ്രശ്നവും നിങ്ങളുടെ സ്ഥലത്തെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി. ഞാൻ അമ്മയോട് പറഞ്ഞു, ഞങ്ങളുടെ ടീച്ചറുണ്ട്, 46 വയസ്സുള്ള ആളാണ്. പുള്ളിക്കാരിക്ക് നല്ലൊരു താമസ സ്ഥലം കിട്ടിയില്ലെന്ന് പറയുന്നു. ഞാൻ ടീച്ചറോട് ഒന്ന് ചോദിച്ചു നോക്കട്ടെ. നമ്മുടെ വീട്ടിൽ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കാമല്ലോ. എൻ്റെ ടീച്ചറാകുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കംഫർട്ടബിളാണ് ആ ടീച്ചറിനോട് സംസാരിക്കുമ്പോൾ തോന്നുന്നത്. അത് മാത്രമല്ല, നല്ല ഫ്രണ്ട്ലിയാണ്. പൊതുവേ മറ്റധ്യാപകരൊന്നും അങ്ങനെ ഫ്രണ്ട്ലി അല്ല. പുള്ളിക്കാരിക്ക് മാത്രം ഒരു പ്രത്യേക സൗരഭവും സുഗന്ധവും ഉള്ള സ്വഭാവമാണെന്ന് തോന്നാറുണ്ട്. എല്ലാവർക്കും പുള്ളിക്കാരിയെ ഇഷ്ടമാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ വരാന്തയിൽ നിൽക്കുന്ന സമയത്ത് ടീച്ചർ എന്നെ പാസ് ചെയ്ത് പോയി. ഞാനപ്പോൾ മാഡത്തെ വിളിച്ചു, മാഡം ഒന്ന് നിന്നേ. മാഡത്തിന് പുതിയ താമസ സ്ഥലം കിട്ടിയോ? അതും മനസ്സിന് പിടിച്ച താമസ സ്ഥലം? ഇല്ല, കിട്ടിയില്ലടാ, പഴയ സ്ഥലത്ത് തന്നെയാണ്. ഇനിയിപ്പോൾ ഒരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്താലെന്ന് ഞാൻ ആലോചിക്കുന്നു. മാഡം ഞങ്ങളുടെ വീട്ടിൽ വന്ന് പേയിങ് ഗസ്റ്റായിട്ട് കൂടുന്നു. നടന്നു പോകുന്ന ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. കാര്യമായിട്ടാണോ നീ പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കാര്യമായിട്ടാണ്. എൻ്റെ കൂടെ വാ, നമുക്ക് ലഞ്ച് ബ്രേക്കിന് എൻ്റെ വീട്ടിൽ വരെ പോകാം. അമ്മയും ഞാനും മാത്രമേ അവിടെ ഉള്ളൂ. മുകൾ ഭാഗമൊക്കെ ഒഴിഞ്ഞുകിടക്കുകയാണ്. ചേച്ചി വിദേശത്താണ്, അച്ഛനും വിദേശത്താണ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകില്ലേ? അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആക്ച്വലി എൻ്റെ അമ്മ ഒരു പേയിങ് ഗസ്റ്റിനെ നോക്കിയിരിക്കുകയാണ്. അമ്മയുടെ സെയിം വൈബുള്ള ഒരാളാകുമ്പോഴേക്കും നല്ലതല്ലേ? എന്തായാലും നീ പറഞ്ഞതല്ലേ, ഞാൻ നിരസിക്കുന്നില്ല. വീട്ടിൽ വന്ന് അമ്മയൊന്ന് കാണാം, അവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മാഡവും കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി.
എൻ്റെ അമ്മ വാചകമടിക്കാൻ നല്ല മിടുക്കിയല്ലേ. അതോടുകൂടി എൻ്റെ ടീച്ചർക്ക് ഒത്തിരി ഇഷ്ടമായ അമ്മയെ. പുള്ളിക്കാരി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും സൗകര്യമുള്ള വേറൊരു സ്ഥലം കിട്ടില്ല. അതുമാത്രമല്ല, നോക്കാവുന്ന ദൂരത്താണ് ജോലി സ്ഥലവും. പിന്നെന്ത് വേണം? അങ്ങനെ അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ശാലിനി മാഡം ഞങ്ങളുടെ വീട്ടിലേക്ക് താമസം മാറി. ഉറങ്ങിക്കിടക്കുകയായിരുന്ന വീട് ശരിക്കും ഉയർത്തെഴുന്നേറ്റു. അമ്മയും മാഡവും കൂടി പെട്ടെന്ന് ജെല്ലായി. അവർ തമ്മിൽ പണ്ടേ പരിചയമുള്ളതുപോലെയാണ് സംസാരം. പിന്നെ ഭാഷയുടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചിലത് പറഞ്ഞാൽ മനസ്സിലാകില്ല. പിന്നീടത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. എന്തായാലും വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയതിൽ പിന്നാണ് ശാലിനി മാഡത്തിൻ്റെ കഥകളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായത്. ഭർത്താവുമായിട്ട് പിരിഞ്ഞാണ് താമസം. ലീഗലി ഡൈവേഴ്സ് അല്ല. പുള്ളിയും അധ്യാപകനാണ്. 2 മക്കളുണ്ട്. അവർ രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഹോസ്റ്റലിലാണ്, ഒരാൾ മാഡത്തിൻ്റെ തറവാട്ട് വീട്ടിലുണ്ട്. മാഡത്തിന് തന്നെ ബന്ധുവാണ് ഭർത്താവും. അതുകൊണ്ട് തന്നെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അറിയാം. ഇവർ പിരിഞ്ഞെന്ന് പറഞ്ഞാലും കുട്ടികളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നമില്ല. എന്നാലും ഭർത്താവും മാഡവുമായിട്ട് യാതൊരു വിധത്തിലുള്ള റിലേഷൻസും ഇല്ല. രണ്ടുപേരും കംപ്ലീറ്റ്ലി അന്യരെ പോലെയാണെന്ന് പറഞ്ഞു. എന്താ കാരണമെന്ന് അമ്മ ചോദിക്കുന്ന കേട്ടു. ആ സമയത്ത് കുറേ കുഴപ്പങ്ങളുണ്ടെന്ന് ടീച്ചർ പറഞ്ഞു. പക്ഷേ പിന്നീടൊരു സമയത്ത് അമ്മയും ടീച്ചറും തമ്മിലുള്ള സംഭാഷണം ഞാൻ ഒളിഞ്ഞു കേട്ടു. അപ്പോൾ ടീച്ചർ പറയുകയാണ്, അങ്ങേരെ സഹിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. സ്നേഹമൊന്നും അങ്ങേർക്കില്ല. വേറെന്തൊക്കെയോ ഭ്രാന്തുകളാണുള്ളത്. അതിൽ കുറേ ബന്ധങ്ങളുമുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് എൻ്റെ അടുത്തും ആവശ്യമില്ലാത്ത ഓരോ കോപ്രായങ്ങൾക്ക് വരും. അതോടുകൂടി ഞാൻ കംപ്ലീറ്റ്ലി വെറുത്തു. സ്ത്രീകൾക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ ഷീറ്റയുടെ ഹസ്ബൻഡ് ഗൾഫിലാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? വരുമ്പോൾ അദ്ദേഹത്തോട് നല്ല സ്നേഹത്തോടുകൂടിയല്ലേ പെരുമാറുന്നത് എന്ന് ടീച്ചർ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഒരു പാവമാണ്. ഞാനിനി വഴക്കുണ്ടാക്കെങ്കിലേ ഉള്ളൂ. വരുമ്പോഴൊക്കെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് നിൽക്കും. ഇപ്പോൾ വരെ അങ്ങനെയാണ്. ഇനിയിപ്പം അടുത്ത വർഷം എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് അമ്മ ചിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഭർത്താക്കന്മാരെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം എന്ന് പറഞ്ഞ് ടീച്ചറും ഓരോ കഥകൾ പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടാത്തൊരു സ്ത്രീയാണെന്ന് അമ്മ തന്നെ ഒരു ദിവസം എന്നോട് പറയുകയും ചെയ്തു. അപ്പോൾ വേറെയും കഥകൾ കാണുമായിരിക്കാം. നമുക്കിപ്പോൾ അത് ചോദിക്കാൻ പറ്റുകയില്ലല്ലോ. ടീച്ചർക്ക് മിക്കവാറും ദിവസം എവിടെയെങ്കിലും പോകണം, ഷോപ്പിങ്ങിനോ മറ്റോ. എല്ലാ ദിവസമൊന്നും അമ്മ ഇറങ്ങില്ല. ആഴ്ചയിൽ 7 ദിവസവും ടീച്ചറുടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോപ്പിങ്ങിന് മറ്റും വൈകുന്നേരം ഇറങ്ങും. എന്തെങ്കിലും കഴിക്കാൻ വേണം. അതൊരു ശീലമാണ്. അമ്മ പക്ഷേ അങ്ങനെ അങ്ങ് പോകാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. അതുകൊണ്ട് മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ ടീച്ചറും കൂടെ പുറത്തു പോകും. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരികയും ചെയ്യും. അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കണം. പക്ഷേ അമ്മ ഉണ്ടാക്കിയതിൻ്റെ രാത്രിയിൽ എല്ലാവരും കഴിക്കണം. അത് നിർബന്ധമാണ്. അതൊക്കെ മുറ പോലെ നടന്നു. പക്ഷേ ഞങ്ങളുടെ ഈ പോക്കൊക്കെ കോളേജിൽ ഒരു പാട്ടായി. ടീച്ചർ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നതെന്നും അതുപോലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വൈകുന്നേരം കറങ്ങാൻ പോകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സൊക്കെ മണത്തറിഞ്ഞു. എന്നിട്ട് അവർ മറ്റു പല കഥകളും ചുമ്മാ തമാശയ്ക്ക് വേണ്ടി പറയാൻ തുടങ്ങി. അതൊക്കെ ചില പെൺകുട്ടികൾ പോലും വിശ്വസിച്ചു. എന്നിട്ട് എന്നോടൊന്ന് ചോദിച്ചു, നീ എന്തോ ദുരുദ്ദേശത്തിലല്ലേ മാഡത്തെ നിൻ്റെ വീട്ടിലേക്ക് താമസിക്കാൻ വിളിപ്പിച്ചത്? നിൻ്റെ മസിൽ കണ്ട് മാഡം ചിലപ്പോൾ നിൻ്റെ പുറകെ വന്നതാകും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. ചിലർ എന്നോട് പറഞ്ഞു, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. കാര്യം മാഡത്തിന് ഹസ്ബൻഡൊന്നുമില്ലെന്നാണ് കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നത് നിനക്ക് മാഡം ഒരു പാരയാകുമെന്നാണ്. അല്ലെങ്കിൽ നീ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു ദിവസം മാഡം നിൻ്റെ അടുത്തേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കഥകൾ പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറയാതിരിക്കുക. അവരൊരു പാവ സ്ത്രീ, അവരുടെ ഭർത്താവുമായിട്ട് പിരിഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെന്താ എന്നൊക്കെ പറഞ്ഞ് ഞാൻ തർക്കിക്കാൻ തുടങ്ങി. പക്ഷേ ഫ്രണ്ട്സ് ഒരിക്കലും നമ്മുടെ തർക്കങ്ങളൊന്നും അംഗീകരിക്കില്ല. അവരിങ്ങനെ വെറുതെ കഥകൾ പറയും. അത് പിന്നെ വലിയ കാര്യമായിട്ടൊന്നും ഞാൻ എടുക്കാൻ പോയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരമൊന്നും എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. പക്ഷേ ചുമ്മാ ഇങ്ങനെ കഥകൾ ചേർത്ത് പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും കഥകൾ കേൾക്കുമ്പോൾ എനിക്കെന്തോ ഒരാനന്ദം തോന്നാൻ തുടങ്ങി. ചില സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അതിൽ അവനാണെന്നുണ്ടെങ്കിൽ കഥ പോലെ പറയും, മാഡം ഇറങ്ങി വരുന്നു, നീ മാഡത്തെ കാണുന്നു, മാഡം ഒരു കാറ്റ് പോലെ തഴുകുന്നു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കഥകൾ പറയും. അതൊക്കെ കേൾക്കുമ്പോഴേക്കും എനിക്ക് വട്ടിളകും. പക്ഷേ പിന്നീട് ഓർക്കുമ്പോഴേക്കും എന്തോ ഒരു രസം തോന്നി തുടങ്ങി. ഒരു ദിവസം ഞാൻ മാഡത്തോട് സൂചിപ്പിച്ചു, മാഡം ഇങ്ങനെയൊക്കെ പിള്ളേർ കളിയാക്കുന്നുണ്ടെന്ന്. അപ്പോൾ മാഡം എന്നോട് പറഞ്ഞു, എടാ അങ്ങനെ പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത്
പ്രായമോ സ്ഥാനമോ ഒന്നും ആരും നോക്കാറില്ല. അവർ വേറെ രീതിയിലാണ് ചിന്തിക്കുന്നത്. നീ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഞാനൊരു സ്വതന്ത്രയായ സ്ത്രീയാണ്. എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. ഭർത്താവുമായിട്ട് ഞാൻ പിരിഞ്ഞു. ഇനിയിപ്പോൾ ആരെയും കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെ പോയാൽ നീയാണ് സൂക്ഷിക്കേണ്ടത്. അതെന്താ മാഡം? പേരുദോഷം കൊണ്ട് നിനക്ക് പെണ്ണ് കിട്ടാതാകും. അവസാനം എന്നെ കുറ്റം പറയരുത് എന്ന് പറഞ്ഞ് മാഡം ചിരിച്ചു. മാഡത്തിന് ഇതൊക്കെ ഈസിയാണോ? പിന്നെ ഇതൊക്കെ രസമല്ലേ. പക്ഷേ കുറച്ചുകൂടി ചെറുപ്പമായിരുന്നപ്പോഴേക്കും എൻ്റെ ഭർത്താവിന് നല്ല സംശയമായിരുന്നടാ. പുള്ളിക്കാരൻ വൈകുന്നേരം എന്നെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വരും. ആ സമയത്ത് നല്ല സൗന്ദര്യമുള്ള എൻ്റെ ശിഷ്യന്മാരുമായിട്ട് നിന്ന് സംസാരിക്കുന്നത് കാണുമ്പോഴേക്കും പുള്ളി കൊത്തി സംസാരിക്കും. നിന്റെ കൂട്ടത്തിൽ കുറേ ആമ്പിള്ളേരങ്ങ് കൂടി നിൽക്കുകയാണല്ലോ. നിനക്ക് ശിഷ്യകളൊന്നുമില്ലേ? ശിഷ്യന്മാർ മാത്രമേ ഉള്ളൂ. നല്ല സൗന്ദര്യമുള്ള ആണുങ്ങളെ കാണുമ്പോഴേക്കും നിനക്ക് ഇളക്കമാണല്ലോ. കൊച്ചു പിള്ളേരെ കാണുമ്പോൾ നീ എന്തിനടി തുള്ളുന്നത് എന്നൊക്കെ പറയുമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് മോനെ അങ്ങേരുമൊത്തുള്ള ജീവിതം എനിക്ക് വലിയ പ്രശ്നമായത്. ചില ദിവസങ്ങളിൽ ഞാനിപ്പോൾ ഓർക്കാറുണ്ട്. പണ്ട് അങ്ങനെയൊക്കെയുള്ള എൻ്റെ സൗന്ദര്യമുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരുന്നല്ലോ. അവരുമായിട്ടൊക്കെ എനിക്ക് എങ്ങനെ വേണമെങ്കിലും കറങ്ങി നടക്കായിരുന്നു. അന്ന് അങ്ങനെ വല്ലതും പോയായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ദുഃഖിക്കേണ്ടി വരില്ല. സത്യം പറഞ്ഞാൽ ഞാനൊരു ആനമണ്ടിയാണ്. എത്ര ചുള്ളന്മാരാണ് വഴുതി പോയത്. എന്തായാലും ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം ഞാൻ പ്രായമായില്ലടാ. ഇതൊക്കെ ഒരു രസമായിട്ട് എടുത്താൽ മതി. പണ്ടത്തെ കാലത്ത് എൻ്റെ ഭർത്താവിനെ ഭജിച്ചുകൊണ്ടിരുന്ന എൻ്റെ എന്തെല്ലാം കാര്യങ്ങളാണ് നഷ്ടപ്പെട്ടു പോയത് എന്നുള്ള രീതിയിൽ ടീച്ചർ തമാശയ്ക്കാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓർത്തു, ശരിക്കും ടീച്ചർക്ക് നഷ്ടബോധം തോന്നുന്നുണ്ടാകുമോ? ഇപ്പം കുറേ നാളായി ഭർത്താവുമായിട്ട് പിരിഞ്ഞ് താമസിക്കുന്നു. അപ്പോൾ മാഡത്തിൻ്റെ മനസ്സ് കുറച്ചധികം വേദനിക്കില്ലേ എന്നും ഞാൻ ഓർത്തു. ചോദിക്കാൻ ഒരു മടിയായിരുന്നു. എങ്കിലും ഞാൻ ചോദിച്ചു, അല്ല, ഭർത്താവുമായി പിരിഞ്ഞതിൽ പിന്നെ മാഡം എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന്. ഉടനെ എന്നെ അടിപിടി നോക്കിയിട്ട് പുള്ളിക്കാരി ഇന്ന് കോപിച്ചു. ആഹാ, നിനക്ക് എന്നോട് സംസാരിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ. നീ നല്ലൊരു പയ്യനാണെന്നാണ് ഞാൻ കരുതിയത്. നീ എന്നോട് ചോദിച്ചതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നു. എനിക്ക് പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും യാതൊരു താല്പര്യമില്ലായിരുന്നല്ലോ. ഇത്തിരി മുമ്പല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെന്ന്. ഞാൻ പറഞ്ഞു, എന്തിനാ മാഡം വെറുതെ വീടിനടുത്ത് കിടന്ന് ഉരുളുന്നത്? ഇപ്പോഴല്ലേ പറഞ്ഞത് ഒത്തിരി അവസരങ്ങളുണ്ടായിരുന്നു, അതൊക്കെ നഷ്ടപ്പെട്ടു പോയതിൽ നല്ല ദുഃഖമുണ്ടെന്ന്. ഇപ്പം ഞാൻ ചോദിച്ചതായ കുറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ മിടുക്കനാണ്. അവിടെയും ഇവിടെയും ഒക്കെ വളച്ചു പറഞ്ഞ് എന്നെ നീ കുപ്പിയിലാക്കാൻ നോക്കുകയാണെന്ന്. ഞാൻ ചോദിച്ചു, മാഡം എന്താ ഭൂതമോ കുപ്പിയിലാക്കാൻ? നമ്മുടെ കോളേജിൽ ചില അധ്യാപകരൊക്കെ എൻ്റെ പുറകെ നടക്കുന്നുണ്ട്. അത് നിനക്കറിയാമോ? ആരാ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് ഞാൻ പറയില്ല, നീ പോയി നിൻ്റെ ഫ്രണ്ട്സിനോട് പറയും. പിന്നെ അവരെ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കേണ്ടി വരും. ദേ നോക്കിക്ക്, ഓരോരുത്തർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമ്പർ മറച്ചുകൊണ്ട് ചില മെസ്സേജുകൾ മാഡമിനെ കാണിച്ചു. കൊള്ളാം, മാഡത്തിനോട് ഇപ്പോഴും പ്രണയമുള്ള ആളുകളുണ്ട്. അധ്യാപകരാണെന്ന് പറയുന്നു. ഇനി സ്റ്റുഡൻസ് ആണോ ആർക്കറിയാം. ഞാൻ വെറുതെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ സ്റ്റുഡൻസിന് ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല. സ്റ്റുഡൻസ് പക്ഷേ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്കത്ര വലിയ പ്രായമൊന്നുമില്ല. അതുകൊണ്ട് അവരെന്നെ ശ്രദ്ധിക്കും, സ്വാഭാവികം. ഞാനിപ്പോൾ പറഞ്ഞു, മാഡം കള്ളിയാണ്, കൊച്ചു കള്ളി. മാഡം കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലിരിപ്പ് വേറെന്തോ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പാറ് നടക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ പറയുമ്പോൾ പറയും, ഞാൻ ടീച്ചറാണ്, ഞാൻ മാഡമാണ്. അധ്യാപകർ എന്നെ അങ്ങനെ പറയുന്നു. സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിട്ടില്ല, അതാണ് ഇതാണെന്ന്. എല്ലാം ഇരട്ടത്താപ്പാണ് മാഡം. ഇങ്ങനെ ഇരട്ടത്താപ്പ് കൊണ്ട് നടക്കരുത്. രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാകും മാഡം എന്ന് പറഞ്ഞു. ഒരു പ്രശ്നമില്ലടാ, രണ്ട് വെള്ളത്തിലും കാല് വെച്ചോണ്ട് ഞാനങ്ങ് തുഴഞ്ഞങ്ങ് പോകും. കായലിൽ കൂടി. കടലൊന്നും അല്ലല്ലോ, കായൽ തിരയില്ലല്ലോ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ചിരിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, നിന്റെ ഈ അനക്കവും ഇളക്കവും ഒക്കെ കാണുമ്പോഴേക്കും എനിക്കൊരു സംശയം. നിനക്ക് എന്നോട് ചെറിയൊരു അസ്കിത തോന്നുന്നുണ്ടോ എന്നൊരു സംശയം. ഞാൻ പറഞ്ഞു, അങ്ങനെയില്ല, പൊതുവെ ആൾക്കാർ പറഞ്ഞ കഥ പറഞ്ഞതാണെന്ന്. അപ്പം പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, നിനക്ക് തോന്നിയാലും ഈ സമയത്ത് ഞാനങ്ങ് സഹിക്കുമെന്ന് തോന്നുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞത്? എടാ, എവിടെ പോയാലും സ്ത്രീകൾക്ക് അവരുടെ പൊസിഷൻ, നില, വില, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാത്തു സൂക്ഷിച്ച് പെരുമാറേണ്ടി വരും. പ്രത്യേകിച്ച് എന്നെപ്പോലൊരു സ്ത്രീക്ക്. ആരെങ്കിലും എന്നെ നോക്കിയെന്ന് പറഞ്ഞിട്ട് എനിക്കുടനെ ചാടി പുറപ്പെടാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോ എൻ്റെ ഒരു സ്റ്റുഡൻറ്റോ എന്നെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചോ, എനിക്കിഷ്ടമായി എന്ന് വെച്ചിട്ട് ഞാൻ കറങ്ങി നടക്കാൻ പറ്റുമോ? അത് എൻ്റെ നിലയും വിലയൊക്കെ പോകുന്നൊരു പരിപാടിയല്ലേ. പക്ഷേ നമ്മുടെ സിറ്റുവേഷൻ കുറച്ച് വ്യത്യസ്തമാണ്. കാര്യം, നമ്മൾ ഒരു വീട്ടിലാണ് കഴിയുന്നത്. അപ്പം നമ്മൾ ഒന്നിച്ച് ചേർന്ന് 10 പപ്പടം വറുത്താലും
ഒരു പായസം തിളപ്പിച്ചാലോ ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അവസാനം അത് ഏടാകൂടമാകല്ലെന്നേ ഉള്ളൂ. അതെന്താ മാഡം അങ്ങനെ പറഞ്ഞത്? എടാ, ഇപ്പം ഒരു കരാർ അടിസ്ഥാനത്തിൽ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. അതല്ലാതെ പിന്നെ അവസാനം ടീച്ചറെ എനിക്കിഷ്ടമാണ് മാഡം, മാഡം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, മാഡം അവിടെ പോകരുത് ഇവിടെ പോകരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലഞ്ഞു പോകും മോനെ. ഇങ്ങനെയൊക്കെയുള്ള ഓവർ സെൻറ്റിമെൻറ്റ്സും അറ്റാച്ച്മെൻറ്റും ബന്ധങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അതൊക്കെ പിന്നീട് കോംപ്ലിക്കേഷൻസ് ആകും. അതുകൊണ്ടാണ് എനിക്ക് വരുന്ന ഇഷ്ടങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വിടുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനും എൻ്റെ ഇഷ്ടങ്ങൾ തേടിപ്പോയേനെ. ഏതൊരു സ്ത്രീക്കും ഏതൊരവസരത്തിലും എപ്പോഴും ഇഷ്ടങ്ങൾ തോന്നാം. അതിപ്പം ഭർത്താവാകണമെന്നോ അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല. ഒന്നാമതേ എൻ്റെ ഒരു തകർന്ന ബന്ധമാണ്. അപ്പോൾ എനിക്ക് ആഗ്രഹങ്ങളില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ മനസ്സിലാക്കുന്ന ഒരാൾ വേണം. ഞാൻ ചിലപ്പം 6 മാസം കഴിഞ്ഞ് പോകാം, 2 വർഷം കഴിഞ്ഞ് പോകാം. അന്നേരം പിന്നെ അതൊരു ബാധ്യതയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാകും. അതല്ലാതെ ഓക്കെ, ഒരു കൗതുകകരമായ പരീക്ഷണം ലാബിൽ നടക്കുന്നു, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണെങ്കിൽ ഓക്കെ. പരീക്ഷണം വിജയിച്ചാലും ഓക്കെ, ഇല്ലെങ്കിലും ഓക്കെ. ലാബ് കൂട്ടി നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം ഡ്യൂട്ടി കഴിയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ചിരിച്ചു. അപ്പം മാഡം ഇതിനെക്കുറിച്ചൊക്കെ നന്നായി ആലോചിച്ചിട്ടുണ്ട്. അത് പിന്നെ ആലോചിക്കാതെ ജീവിക്കാൻ പറ്റുമോ? എത്ര നാളാ മോനെ ചാർജ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് ഒരാംഗ്യം കാണിച്ചു. ചാർജ് ചെയ്തോ? എന്ന് ചാർജ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം പുള്ളിക്കാരി മൊബൈലിൽ സെർച്ച് ചെയ്തിട്ട് ഒരു ഫോട്ടോ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, എല്ലാ സ്ത്രീകൾക്കും ഭർത്താക്കന്മാരില്ലെങ്കിൽ ഒരു ചാർജിൻ്റെ ആവശ്യമുണ്ടെന്ന്. അത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. കണ്ടോടാ, നിനക്ക് എന്താണെന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി. ആ, ഹസ്ബൻഡുമായി പിരിഞ്ഞതിൽ പിന്നെ ഞാൻ യന്ത്രങ്ങളുടെ ലോകത്താ മോനെ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായി ചിരി വന്നു. ഞാനും അങ്ങ് ചിരിച്ചു. പെട്ടെന്ന് മാഡം എന്നെ സ്നേഹഭാവത്തിൽ ഒന്ന് തഴുകി. നീ ആരോടും പറയില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് യഥാർത്ഥത്തിൽ മനസ്സിലായെങ്കിൽ ഞാൻ കുറേ കാലത്തേക്ക് യന്ത്രം മാറ്റി വയ്ക്കട്ടെ മോനെ. പക്ഷേ നീ ആ കാലം അത്രയും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എല്ലാം ഞാൻ ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞു. ആ സമയത്ത് എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല. മാഡം എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, എല്ലാം നീ പതുക്കെ പറഞ്ഞാൽ മതി, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പറയണം. ഒരാഴ്ച നിനക്ക് ഞാൻ സമയം തരാം, നീ ആലോചിച്ച് പറയുക എന്ന് മാഡം എന്നോട് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്തായാലും ഒരാഴ്ചയായപ്പോൾ മാഡം എന്നോട് ചോദിച്ചു, എന്താണ് നിൻ്റെ തീരുമാനമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടമാണെന്ന്. എങ്കിൽ പിന്നെ നമ്മൾ ഒരു ദിവസം പോലും മാറ്റിവെക്കില്ല എന്ന് പറഞ്ഞ് മാഡം എനിക്കൊരു സിഗ്നൽ തന്നു. കേന്ദ്ര സംവിധാനത്തിലുള്ള ഒരു സിഗ്നൽ. ഞാൻ പെട്ടെന്ന് ഞെട്ടിത്തെറിച്ചു പോയി. എന്നിട്ട് എന്നോട് പറഞ്ഞു, എപ്പോഴാണ് സമയം എന്നുള്ളത് നീ ഇന്ന് തന്നെ തീരുമാനിക്കുക. നീ മുകളിലേക്ക് വരുമോ അതോ ഞാൻ താഴേക്ക് വരണോ? എല്ലാം നീ വാട്സാപ്പിൽ കൂടി ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ആകെ ടെൻഷനായി. അമ്മ എന്തായാലും 10 മണിയാകുമ്പോഴേക്കും കിടന്ന് കൂർക്കം വലിച്ചുറങ്ങും. പിന്നീട് 5 മണിയാകുമ്പോഴേ എഴുന്നേക്കുള്ളൂ. അത് അമ്മയുടെ ശീലമാണ്. തൽക്കാലം ഞാൻ മുകളിലേക്ക് ചെല്ലുന്നതാണ് ബെറ്ററെന്ന് പറഞ്ഞു. എന്തായാലും അന്ന് ആദ്യ ദിവസം 1 മണി വരെ ഞാൻ കാത്തിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ചാറ്റായിരുന്നു. 1 മണിയായപ്പോഴാണ് ഞാൻ മുകളിലേക്ക് ചെന്നത്. ടീച്ചർ എന്നെ കണ്ടപാടെ പറഞ്ഞു, എനിക്ക് വർഷങ്ങളായുള്ള മഴകൾ പെയ്ത് തീർക്കാനുണ്ട്. നീ ഇത്രയും നേരം ലേറ്റായത് ശരിയായില്ലെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നടന്നത് പേമാരിയാണോ മേഘവിസ്ഫോടനമാണോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ മുൻ അനുഭവങ്ങളെക്കുറിച്ച് ആദ്യമേ പറയണമെന്ന് മാഡം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് മുൻ അനുഭവങ്ങളില്ല, എൻ്റെ വീഡിയോ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ അനുഭവമായിട്ടെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ നീ എൻ്റെ പാഠഭാഗങ്ങൾ മാത്രം പഠിച്ചാൽ മതിയെന്ന് എന്നോട് മാഡം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ മുന്നും പിന്നും ഞാൻ നോക്കിയില്ല. എന്നെ ഗൈഡ് ചെയ്യാൻ എൻ്റെ ഗൈഡായി മാഡം ഉണ്ടല്ലോ, പിന്നെ ഞാനെന്തിന് വറി ചെയ്യണം? എനിക്ക് ഒരു സന്തോഷക്കുറവുമില്ലായിരുന്നു. ആവേശമുള്ള ആ രാത്രി വളരെ ഹ്രസ്വമായിരുന്നു. പക്ഷേ തിരിച്ചു പോരാൻ നേരത്തിനോട് പറഞ്ഞു, നാളെ തൊട്ട് നീ 11 മണിയാകുമ്പോൾ വരണം, എന്നിട്ട് 3:30 ആകുമ്പോൾ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ എപ്പോഴും കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തു. ചിലപ്പോഴൊക്കെ മാഡം തറവാട്ട് വീട്ടിലേക്ക് പോകും. ആ സമയത്തൊക്കെ എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടാകും, മാഡം ഇവിടെ ഇല്ലല്ലോ, ആ സാന്നിധ്യം നഷ്ടപ്പെടുന്നല്ലോ എന്നൊക്കെ.
കുറച്ച് വിരഹദുഃഖം എനിക്കായിരുന്നു കൂടുതൽ. പക്ഷെ മാഡം വളരെ പ്രാക്ടിക്കലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മെസ്സേജ് പോലും വിടില്ല. ഞാൻ ഇത്ര ദിവസം അവിടെ ഉണ്ടാകും, ഈ സമയത്ത് തിരിച്ചു വരും എന്ന് പറയും. പുള്ളിക്കാരി വളരെ സിസ്റ്റമാറ്റിക്കാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ അത്ര സിസ്റ്റമാറ്റിക് ഒന്നുമല്ല. എനിക്ക് ഒരു പ്രണയം പോലെ എന്തോ എൻ്റെ മനസ്സിലുണ്ട് മാഡം. അതൊക്കെ പുള്ളിക്കാരി എന്നെ ഇടയ്ക്ക് ശാസിക്കും. ഇങ്ങനെയല്ല വേണ്ടത്, പ്രാക്ടിക്കൽ മെൻറ്റാലിറ്റിയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ട പാഠഭാഗങ്ങൾ എടുത്തു തരും. ഇങ്ങനെയൊക്കെയാണെങ്കിലും സ്വന്തം അമ്മമാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ശരിയില്ലെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അമ്മ ശരിക്കും ഞങ്ങളെ പിന്തുടരുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് പണ്ടേ സംശയമുണ്ടല്ലോ. അങ്ങനെ ഒരു രാത്രി അമ്മ ഞങ്ങൾ രണ്ടുപേരെയും കണ്ടുപിടിച്ചു. അതോടുകൂടി രണ്ടുപേർക്ക് തല കുറിച്ച് നിൽക്കേണ്ടി വന്നു. അമ്മയുടെ വായിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ശരിക്കും കേട്ടു. അത് കഴിഞ്ഞ ശേഷം അമ്മ ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഇത് ഇങ്ങനെ വരുള്ളൂ എന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളിരുന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അമ്മ തന്നെ പറഞ്ഞു, അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല, എന്നാലും ഇവൻ പയ്യനല്ലേ ടീച്ചറെ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ അവൻ്റെ മനസ്സിനെ ബാധിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു. ഇത് തുടങ്ങിയപ്പോഴേ ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നൊക്കെ. അമ്മയ്ക്ക് ന്യായീകരണങ്ങളൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അമ്മ പിന്നീട് പറഞ്ഞു, നമ്മൾ 3 പേരും ഇപ്പോൾ ഈ സ്ഥാനമാനം വെച്ച് നോക്കുമ്പോഴേക്കും അങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ യോഗ്യരല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാം. എൻ്റെ മോനോട് കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഞാൻ വിവാഹത്തിന് മുമ്പ് വേറൊരാളെ സ്നേഹിച്ചിരുന്നു. പക്ഷേ അത് അന്യജാതിയിൽപ്പെട്ട ഒരാളായതുകൊണ്ട് ഒരിക്കലും എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റിയിരുന്നില്ല. പിന്നീട് വീട്ടുകാർ തന്നെ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടാണ് കല്യാണം കഴിപ്പിച്ചത്. അതാണ് നിൻ്റെ അച്ഛൻ. പക്ഷേ എൻ്റെ പഴയ പ്രണയിതാവിനെ ഞാൻ പലപ്പോഴും കാണാറുണ്ട്. അദ്ദേഹം ഇവിടെ അടുത്ത് തന്നെയുണ്ട്. കാണാൻ പല സാഹചര്യം ഉണ്ടായിട്ടും ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. അതുകൊണ്ടാണ് മിക്കപ്പോഴും ഞാൻ പുറത്തു പോലും പോകാൻ മടിക്കുന്നത്. ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ കാണേണ്ട ഒരു സിറ്റുവേഷൻ വരും. പക്ഷേ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ സ്പാർക്കുണ്ട്. അമ്മ എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, സത്യം പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ഇങ്ങനെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞാനായിട്ട് എന്തിനാണ് മാറി നിൽക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാമല്ലോ. നിങ്ങൾ നിങ്ങളുടെ ലോകത്ത് കഴിയൂ, ഞാൻ എൻ്റെ ലോകത്ത് കഴിഞ്ഞോളാം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ടീച്ചർ എന്നെ കണ്ടു കാണിച്ചു അത് അംഗീകരിക്കുന്ന നല്ലതെന്ന്. എനിക്ക് പക്ഷേ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലോജിക്കെല്ലാം പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറയുന്നതും അവകാശമായി എനിക്ക് തോന്നി. അങ്ങനെ അത് അംഗീകരിക്കപ്പെട്ടു. ഇപ്പോൾ സമാന്തരമായി 2 പാതകളും ഇങ്ങനെ പോവുകയാണ്. എവിടെ ചെന്ന് കൂട്ടിമുട്ടുമെന്ന് അറിയില്ല. ടീച്ചർ മിക്കവാറും അടുത്ത വർഷം കഴിയുമ്പോഴേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നു മാഡം. ആ സമയത്ത് എനിക്കെന്തായാലും വലിയ വിഷമം ഉണ്ടാകും. ഇത്തവണ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും 3-4 ദിവസം മാത്രമേ ഇവിടെ നിന്നുള്ളൂ. അവർ 2 പേരും കൂടെ ടൂർ പോയിരിക്കുകയായിരുന്നു. അമ്മ തന്നെയാണ് നിർബന്ധം പിടിച്ചത്, ഈ വീട്ടിലധികം നിൽക്കണ്ട, പല സ്ഥലത്തും കാണാൻ പോകുന്നുണ്ട്, അവന് ടീച്ചർ കൂട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ സാന്നിധ്യം ഇവിടെ നിന്നില്ലാതാക്കി. അതേപോലെ തന്നെ അമ്മയ്ക്കും ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് തോന്നിയെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അങ്ങനെയൊക്കെ അമ്മയും അത് മാനേജ് ചെയ്തു. ഇപ്പോൾ അച്ഛൻ തിരിച്ചു പോയ ശേഷം പഴയതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതം. ടീച്ചർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ദുഃഖമുണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇപ്പോഴേ മനസ്സെങ്ങനെ പ്രിപ്പയർ ചെയ്യാം മാഡം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് പറയാൻ പറ്റില്ല, കാര്യം മനുഷ്യനല്ലേ. പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ നമ്മളിൽ നിന്ന് അകന്നു പോയി കഴിയുമ്പോഴേക്കും നല്ല വിഷമം തോന്നും. പക്ഷേ ഈ കഥയും കഥയുടെ പരിസരവും ഒന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും അല്ലെങ്കിൽ പോലും ഈ ടീച്ചർ അവർക്ക് പിന്നെ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. അവർ പറയുന്നത് നിങ്ങൾ അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പോയി കഴിയുമ്പോഴേക്കും അവർ നിങ്ങളെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് നേരത്തെ പറഞ്ഞതുപോലെ ആ ബന്ധങ്ങളിൽ എന്തൊക്കെയാണോ ക്രൈറ്റീരിയ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ അവരോട് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെളിയിൽ പോകാനുള്ള വഴി അവർ തന്നെ ഉപദേശിച്ചു തരും. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുൻകൂട്ടി കണ്ട് സഹിക്കേണ്ടി വരും. അതല്ലേ ജീവിതം. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാണ്? അവരെ പോയി കല്യാണം കഴിക്കാൻ പറ്റുമോ? നടക്കില്ലല്ലോ. ഉള്ളപ്പോൾ ഓണം പോലെ, കിട്ടിയാൽ ഊട്ടി, കിട്ടിയില്ലെങ്കിൽ ചട്ടി. ഇങ്ങനെയൊക്കെ നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അത് മനസ്സിൽ ഇപ്പോഴേ ട്രെയിൻ ചെയ്യുക. അപ്പോൾ പ്രശ്നം തീർന്നല്ലോ. പിന്നെ എല്ലാ കാലത്തും ഈ സ്നേഹബന്ധം നിൽക്കുമെന്ന് നമുക്കങ്ങനെ അറിയാം, പറയാൻ പറ്റില്ല. പിന്നെ ടീച്ചറോട് നിന്ന് ട്രാൻസ്ഫർ ആയിപ്പോയെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് പോയി കാണാമല്ലോ. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല. ഇപ്പോഴേ അങ്ങ് ഓർ ദുഃഖിക്കേണ്ട കാര്യമില്ലല്ലോ.